ടു AZP അക്കാഡമി. എന്റെ പേര് സ്വാതി. അപ്പൊ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക്, പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഫിസിക്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? PYQs ആണ്. അപ്പൊ എന്തിനാണ് ഈ PYQs ഡിസ്കസ് ചെയ്യുന്നത്? നമുക്കറിയാം ഓരോ ക്വസ്റ്റിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? ഇനി വരുന്നത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഈസി ആയിട്ടാണോ, മീഡിയം ആയിട്ടാണോ, ഡിഫിക്കൽട്ട് ആയിട്ടാണോ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഓരോ എക്സാമിന് പോകുമ്പോഴും നമ്മൾ വളരെയധികം ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ പോവാറ് അല്ലെ? അപ്പൊ ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടെങ്കിലും അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ഈ PYQs ഉപകാരപ്പെടും. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോഴുള്ള ഒരു അവസ്ഥ അല്ലെ, ഹായ് ഇത് എനിക്കറിയാം, അല്ലെങ്കിൽ ഇതിന്റെ പാറ്റേൺ എനിക്കറിയാം, ഞാൻ ഇങ്ങനെ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് മൈൻഡിനെ കുറച്ചൊന്ന് ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ? PYQs എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ചെയ്യുന്ന രീതിയും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഏത് ഭാഗത്ത് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ഒരു ഡീറ്റെയിലും കൂടെ എന്ത് കിട്ടും? ഈ PYQs എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളതും കൂടെ പരിശോധിക്കാം. ഓക്കെ, ഇനി അഥവാ അത് തെറ്റിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അതെങ്ങനെയാണ് ചെയ്യുക? ഒരു തവണ കണ്ടിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് PYQസിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക, ആൻസേഴ്സ് എല്ലാം എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 200 വോൾട്ട് സപ്ലൈയിൽ പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു ഫിലമെന്റ് ലാമ്പിന്റെ പവർ 100 വാട്ട് ആണ്. ഇത് 100 വോൾട്ട് സപ്ലൈയിൽ ഘടിപ്പിച്ചാൽ അതിന്റെ പവർ എത്രയായിരിക്കും? ഇവിടെ സാധാരണ ചോദിക്കാറുള്ള ഒരു PYQ എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് എന്താണെന്നാണ്. പവറിന്റെ യൂണിറ്റ് കിട്ടിയല്ലോ, എന്താണ്? വാട്ട് ആണ്. W എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. സാധാരണ ചോദിക്കാറുള്ള PYQ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ്, ഇനി എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതും കൂടെ നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? നോർമലി ചോദിക്കാറുള്ളത് ഇതാണ്, എന്നാൽ ഇതും കൂടെ നോട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 200 വോൾട്ട് സപ്ലൈയിൽ പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു ഫിലമെന്റ് ലാമ്പിന്റെ പവർ 100 വാട്ട് ആണ്. അപ്പൊ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? V തന്നിട്ടുണ്ട് അല്ലെ? എത്രയാണ്? 200 വോൾട്ട് ആണ്. ആൻഡ് പവർ തന്നിട്ടുണ്ട്, എന്താണ്? 100 വാട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ പിയും വിയും വെച്ചിട്ടുള്ള ഒരു റിലേഷൻ നമുക്ക് കാണാൻ പറ്റും. P is equal to V² by R എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? R കണ്ടുപിടിക്കാം അല്ലെ? R എങ്ങനെയാ കാണാം? R is equal to ഈ P നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ? V² by P എത്രയാ കിട്ടുക? 200 into 200 by 100. കണ്ടോ? രണ്ടും കൂടെ കട്ട് ചെയ്തു. അപ്പൊ എത്ര കിട്ടും? 400. ഇനി എന്താ നമുക്ക് തന്നിട്ടുള്ളത്? അടുത്തത്, ഇത് 100 വോൾട്ട് സപ്ലൈയിൽ ഘടിപ്പിച്ചാൽ അതിന്റെ പവർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പൊ വോൾട്ട് എത്രയാണ്? 100 വോൾട്ട് ആണ്. പവർ കാണണം. R നമുക്ക് ഇപ്പൊ കിട്ടി, എത്രയാണ്? 400 ആണ്. സോ എന്ത് എഴുതാം? P equal to V² by R, that is equal to 100 into 100 by 400. കണ്ടോ? കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്തു. 400 എത്ര തവണയാണ്? 25. അപ്പൊ എത്ര കിട്ടിയേ? 25 വാട്ട് എന്നുള്ളത് കിട്ടി. ഇവിടെ ഏതാ ആൻസർ വരുന്നത്? 100 വാട്ട്, 50 വാട്ട്, 25 വാട്ട്, 200 വാട്ട്. എത്രയാണ് ആൻസർ വരുന്നത്? 25 വാട്ട്. ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇനി വരുന്നത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സമയം കളയാതെ തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഓർമ്മ വരണം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എന്താണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഇനി ഇത് എന്താണ്? പവറിന്റെ
യൂണിറ്റ് വാട്ട്, ആ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു വേർഡ് അല്ലെങ്കിൽ പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ് എന്നുള്ള ആ ഒരു സെന്റൻസ് കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1000 വാട്ട് പവർ ഉള്ള ഒരു ഇലക്ട്രിക് അയൺ എത്ര മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നത്? 1 മണിക്കൂർ, 2 മണിക്കൂർ, 5 മണിക്കൂർ, 10 മണിക്കൂർ. How much time an electric iron of 1000 watt power needed to work to utilize an amount of 1 unit electric energy? 1 hour, 2 hour, 5 hour, 10 hour. നമുക്ക് ഇതിനൊരു അകത്തൊരു സെന്റൻസ് പഠിക്കാനുണ്ട്. ആ ഒരു സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. നോക്കാം, നമ്മൾ സാധാരണഗതിയിൽ വായിക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു സെന്റൻസ് ആണ്. അത് നോർമലി വിട്ടുപോകും, പക്ഷെ അതെന്താണ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിട്ടുണ്ട്. എന്താണ്? 1 മണിക്കൂർ ഉപയോഗിക്കുന്ന 1000 വാട്ട്സ് അല്ലെങ്കിൽ 1 കിലോ വാട്ട്. അപ്പൊ 1000 വാട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോ വാട്ട് ആണ്. 1 കിലോ വാട്ട് 1 യൂണിറ്റ് വൈദ്യുതിക്ക് തുല്യമാണ്. അപ്പൊ എന്താണ്? 1 യൂണിറ്റ് വൈദ്യുതിക്ക് 1000 വാട്ട് ഉപയോഗിക്കുക. ഇപ്പൊ എത്ര മണിക്കൂറാണ് ഉപയോഗിക്കുന്നത്? 1 മണിക്കൂർ ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1000 വാട്ട് പവർ ഉള്ള ഒരു ഇലക്ട്രിക് അയോൺ എത്ര മണിക്കൂറാ ചോദിച്ചില്ലേ? 1 യൂണിറ്റ് വൈദ്യുതി കിട്ടുന്ന ഇതിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. എത്രയാണ്? 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോഴാണ് 1 യൂണിറ്റ് വൈദ്യുതി കിട്ടുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ പറയാം? 1000 വാട്ട് ഉപകരണം 1 മണിക്കൂർ ഉപയോഗിച്ചാൽ അത് 1 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നു. ഈ വാചകമാണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. കേട്ടോ, 1000 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു ഉപകരണം ഇവിടെ ഇലക്ട്രിക് അയൺ ആണ്. 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് 1 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. കിട്ടിയോ? അപ്പോ നമ്മൾ ഏത് സെന്റൻസ് ആണെങ്കിലും എന്ത് വേണം? വിട്ട് കളയാതെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഓർത്തെടുക്കണം. നമുക്ക് ഈ 1000 ഈ ഒരു സെന്റൻസ് നമ്മൾ നോർമലി വിട്ട് കളയുന്നത് പഠിച്ചു പോവല്ല, വായിച്ചു പോകുന്നതാണ്. വായിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ചു പോകുന്നതാണ്. പക്ഷെ അതെന്താണ് ഉള്ളിലോട്ട് എടുക്കാതെ ഇരിക്കുമ്പോ നമ്മൾ എക്സാം ഹാളിൽ ഇത് എന്താണ് എന്നുള്ളത് കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പൊ ഇനി ഈ ക്വസ്റ്റ്യൻ വന്നാല് ആരും ടെൻഷൻ ആവണ്ട. 1000 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം, ഏതോ ഒരു ഉപകരണം എത്ര 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് 1 യൂണിറ്റ് വൈദ്യുതി ഉണ്ടാകുന്നത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ 1000 വാട്ട് 1 മണിക്കൂർ 1 യൂണിറ്റ്, ഇങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? മറക്കരുത് കേട്ടോ, 1000 വാട്ട് 1 മണിക്കൂർ 1 യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാട്ടോ. കുത്തനെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും നിർബാധം താഴേക്കിട്ട ഒരു കല്ല് 2 സെക്കൻഡ് കൊണ്ട് താഴെ എത്തിയെങ്കിൽ കെട്ടിടത്തിന്റെ ഉയരം എത്രയായിരിക്കും? അപ്പൊ നമുക്ക് ഇങ്ങനെ കുത്തനെയുള്ള ഒരു കെട്ടിടാണ്, മുകളിൽ നിന്ന് ഒരു കല്ല് താഴേക്കിട്ടു. അപ്പൊ ഇത് നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ 2 സെക്കൻഡ് കൊണ്ടാണ് ഇത് താഴേക്ക് എത്തിയത് എങ്കിൽ ഈ കെട്ടിടത്തിന്റെ ഉയരം എത്രയായിരിക്കും എന്നാ ചോദിച്ചിട്ടുള്ളത്. ഹൈറ്റ് അല്ലെ? അപ്പൊ ഈ കല്ല് താഴേക്കിട്ട കല്ല് മുകളിൽ നിന്ന് താഴെ എത്താൻ വേണ്ടിയിട്ട് അത് എത്ര ഡിസ്പ്ലേസ്മെന്റ് പോയി എന്നുള്ളത് നോക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ നോക്കിയാലോ. S ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, നമുക്കറിയുന്ന കാര്യല്ലേ. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, ആൻഡ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി. നമുക്ക് ആവശ്യമില്ല, തന്നിട്ടില്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഇനി ടി എന്താണ്? ടൈം. അപ്പൊ ഇതിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെന്റ്, ഹൈറ്റ് ആണ് കാണേണ്ടത്. ഇനി ടൈം തന്നിട്ടുണ്ട് അല്ലെ? ടൈം എന്താ തന്നിട്ടുള്ളത്? 2 സെക്കൻഡ് ആണ്. ഇനീഷ്യലി നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് എന്താണ് കുത്തനെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുക ചെയ്തേ. ഫസ്റ്റ് കല്ല് റെസ്റ്റിലാകുമ്പോ എങ്ങനെയോ ആയിക്കോട്ടെ അത് 0 ആണ്.
അല്ലെ? പിന്നെ വെലോസിറ്റി ഒന്നും നമുക്ക് തന്നിട്ടില്ല, ശരിയല്ലേ? അപ്പൊ എവിടെയാണ് കുത്തനെയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കല്ല് താഴേക്ക് ഇട്ടു എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ താഴേക്ക് ഇടുന്നതിന് മുന്നേ അല്ലെ, സ്റ്റാർട്ടിങ്ങില് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനി നമ്മൾ നോർമലി എ അല്ലെങ്കിൽ ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് നമ്മൾ എന്താ പറയാറ്? ജി എന്നാ പറയാറ്. അത് എത്രയായിട്ട് എടുക്കാം? നമുക്ക് 10 ആയിട്ട് എടുക്കാം, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എസ് ഈക്വൽ ടു എന്താണ്? 0 ഇൻറ്റു ടി. അപ്പൊ അത് തന്നെ 0 ആയി പോയി അല്ലെ? ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 2 സ്ക്വയർ. ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതാം കേട്ടോ. എത്രയാണ്? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അപ്പൊ ഇതില് യു 0 ഇൻറ്റു 2 0 ആയിപ്പോയി. ഹാഫ് എ 10 ഇൻറ്റു 2 സ്ക്വയർ. ഓക്കെ, ഇനി ഈ 2ഉം 10ഉം കൂടി കട്ട് ചെയ്ത് 5, ശരിയല്ലേ? അപ്പൊ 5 ഇൻറ്റു 4, 2 സ്ക്വയർ 4. അപ്പൊ എത്ര കിട്ടിയത്? 20 മീറ്റർ എന്ന് കിട്ടി. ഇനി ആൻസർ ഇവിടെ ഉണ്ടോ നോക്കൂ. ആൻസർ ഉണ്ടോ? 50 മീറ്റർ, 10 മീറ്റർ, 40 മീറ്റർ, 20 മീറ്റർ ഉണ്ടല്ലോ. ആൻസർ ഉണ്ടല്ലോ, കിട്ടിയല്ലോ. ഇത് ഏത് ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? നമുക്ക് ഈ ചലന സമവാക്യങ്ങളില് ഇത് പഠിക്കാനുണ്ട്. 3 ചലന സമവാക്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതില് രണ്ടാമത്തെ ചലന സമവാക്യമാണ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു സമവാക്യം. അപ്പൊ ഒന്നാം ചലന സമവാക്യം, രണ്ടാം ചലന സമവാക്യം, മൂന്നാം ചലന സമവാക്യം. നമ്മൾ ഇത് എങ്ങനെയാണ് കിട്ടുക? ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കിട്ടണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കിട്ടാനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. എന്താ വേണ്ടത്? പ്രാക്ടീസ് ചെയ്യാം, ധാരാളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. പണ്ടത്തെ പോലെ ഫിസിക്സ് വളരെ ഈസി ആയിട്ടല്ല വരിക. പണ്ട് നോർമലി ഒരൊറ്റ ഓപ്ഷൻ കണ്ടാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ മഴവില്ല് ഏത് പ്രകാശ പ്രതിഭാസമാണ് എന്ന് ചോദിക്കുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഇപ്പൊ വരാറ്. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ട് അത് ഐഡന്റിഫൈ ചെയ്യണം, ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് വിചാരിച്ചു പോയാൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ അവിടെ പാനിക് ആയി പോകും. ഇപ്പൊ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രോബ്ലം ചെയ്യാൻ അത്യാവശ്യം സമയം വേണം. സമയം കണ്ടെത്തി തന്നെ എന്ത് വേണം? പ്രോബ്ലം ചെയ്യണം. അപ്പൊ ഫിസിക്സിലെ പ്രോബ്ലംസ് വിടരുത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പ്രോബ്ലം വരെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം അത്രയും ടഫ് ആയിരിക്കണം. അതിന് പറ്റിയ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ എന്നുള്ള രീതിയിലാണ് PSC മുന്നിലേക്ക് പോകുന്നത്. ഏറ്റവും യോഗ്യത ആർക്കാണ് അവർക്കാണ് കിട്ടേണ്ടത് എന്നുള്ള രീതിയിലാണ് എക്സാംസ് വരുന്നത്. സോ ഏത് ഭാഗമായിക്കോട്ടെ സിലബസിലുള്ള ഒരു ഭാഗവും വിടരുത്. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം, പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണം. ഈ ഒരു ഇക്വേഷൻ കിട്ടാൻ കുറച്ച് പാടാണ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ. എന്നിരുന്നാലും സാരമില്ല, ഇനി വരുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യത്തെ ചലന സമവാക്യമാണോ ഉപയോഗിക്കേണ്ടത്, രണ്ടാമത്തെ ആണോ, മൂന്നാമത്തെ ആണോ എന്നുള്ളത് നമ്മൾ ധാരാളം പ്രോബ്ലം ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? വിറക്, LPG, ഹൈഡ്രജൻ, ബയോഗ്യാസ്. Which of the following fuels has highest calorific value? ഏതാണത്? വിറകാണോ, LPG ആണോ, ഹൈഡ്രജൻ ആണോ, ബയോഗ്യാസ് ആണോ? ഏതാണ്? ഹൈഡ്രജൻ ആണ്. എന്താണ് കലോറിക മൂല്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്? നോക്കിയാലോ. ജ്വലന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെയോ ഊർജത്തിന്റെയോ അളവാണ് കലോറിഫിക് മൂല്യം എന്ന് പറയുന്നത്. അപ്പൊ ഏത് സമയത്താണ്? ജ്വലന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. എന്തിന്റെ അളവാണ്? താപത്തിന്റെ അല്ലെങ്കിൽ ഊർജത്തിന്റെ അളവ്. ഇനി ജ്വലന പ്രക്രിയയിൽ എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? എന്താ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ജലബാഷ്പമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി കൂടാതെ ഈ ജലബാഷ്പത്തിൽ അടങ്ങിയിരിക്കുന്ന താപത്തിന്റെ അളവ് ഘനീഭവിപ്പിച്ച്
വീണ്ടെടുക്കാനായിട്ട് ചില പ്രക്രിയകൾ അല്ലെങ്കിൽ ചില വിദ്യകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 ലൈനാണ് പ്രത്യേകം നോക്കേണ്ടത്. എന്താണ് കലോറിഫിക് മൂല്യം? ഇനി ആ സമയത്ത് ജ്വലന പ്രക്രിയയിൽ എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഓക്കെ, ഗാർഹിക വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള താപ ഊർജത്തിന്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്? മരം, കരി, പെട്രോൾ, മണ്ണെണ്ണ തുടങ്ങിയവയാണ്. ഈ പദാർത്ഥങ്ങളാണ് എന്ത് പറയുന്നത്? ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്ധനം? എന്താണ് കലോറിഫിക് മൂല്യം? ഇനി അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ജലബാഷ്പമാണ് അടങ്ങിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, അപ്പൊ ഏതാണ് കലോറിഫിക് മൂല്യം ഏറ്റവും കൂടുതൽ എന്ന് മനസ്സിലായല്ലോ? മനസ്സിലായോ? ഇനി ഇന്ധനം ചാണകമാണെങ്കിൽ എന്താണ്? അതിൽ എത്ര കലോറിഫിക് മൂല്യമാണ് ഉണ്ടാവുക? 6000 തൊട്ട് 8000 വരെയാണ്. ഓക്കെ, ഇനി കൽക്കരി ആണെങ്കിൽ, കൽക്കരി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ പറയുന്നേ ഉള്ളൂ കേട്ടോ. 25,000 to 33,000 വരെയാണ് കൽക്കരിയിലുള്ളത്. ഓക്കെ, ഇനി അങ്ങനെ ഇപ്പം നമുക്ക് ഹൈഡ്രജൻ ആണെങ്കിൽ എത്രയാണുള്ളത്? ഹൈഡ്രജൻ ആണെങ്കിൽ 15,000. ഓക്കെ, ഇത്രയുമാണ് ഹൈഡ്രജന്റെ കലോറിഫിക് മൂല്യം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണ് എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ധാരാളം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. PYQ ചെയ്ത് നോക്കിയവർക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ വളരെ 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 ഈസി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? പ്രകാശവർഷം എന്നുള്ളത് എന്തിന്റെ യൂണിറ്റാ? സമയം, ദൂരം, മാസ്, പ്രവേഗം. ലൈറ്റ് ഇയർ ഈസ് എ യൂണിറ്റ് ഓഫ് എന്താണ്? ടൈം, ഡിസ്റ്റൻസ്, മാസ് ആൻഡ് വെലോസിറ്റി. എന്തിന്റെയാണ്? എന്തിന്റെ യൂണിറ്റ് ആണ്? വെലോസിറ്റി ആണോ? അല്ല. മാസിന്റെ ആണോ? അല്ല. എന്താണ്? ദൂരത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്? പ്രകാശവർഷം എന്ന് ഉള്ളത്. ഇനി എന്താണ് ദൂരത്തിന്റെ യൂണിറ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം? ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ്? എന്താണ്? ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റുകൾ. ദൂരം കണ്ടോ? ദൂരം അളക്കാനുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, AU എന്ന് പറയും. ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇനി പാഴ്സെക്ക്, ഇനി ലൈറ്റ് ഇയർ, പ്രകാശവർഷം. ഇതൊക്കെയാണ് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചേ? പ്രകാശവർഷം എന്നുള്ളത് എന്തിന്റെ യൂണിറ്റ് ആണ്? ദൂരം, മാസ്, അങ്ങനെയല്ലേ ചോദിച്ചേ? അപ്പൊ ഓരോ വേർഡും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. 1 പാഴ്സെക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പാഴ്സെക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.26 ലൈറ്റ് ഇയർ ആണ്. മറക്കരുത് കേട്ടോ. 3.26 ലൈറ്റ് ഇയർ ആണ്. ഇങ്ങനെ ഓരോന്നിന്റെ എന്താ പറയാ, ഓരോന്നിന്റെയും ഇപ്പൊ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏകദേശം 15 crore, 15 കോടി കിലോമീറ്റർ ആണ്. അങ്ങനെയുള്ള കുറച്ച് അളവുകളുണ്ട്. അതും എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് ടൈം നമുക്ക് ഇനി അതുപോലെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാഴ്സെക്ക്, പ്രകാശവർഷം. ഇനി അത് കൂടാതെ തന്നെ നമുക്ക് അറിയുന്ന യൂണിറ്റുകൾ ഉണ്ട് അല്ലെ? നോർമലി ചോദിക്കുന്ന യൂണിറ്റുകൾ ഉണ്ട്. എന്താണ്? നമുക്ക് SI യൂണിറ്റുകൾ. എത്ര SI യൂണിറ്റുകൾ ഉണ്ട്? 7 അടിസ്ഥാന യൂണിറ്റുകളാണ്. ഓക്കെ, 7 അടിസ്ഥാന യൂണിറ്റുകൾ ഉണ്ട്. അതേപോലെ തന്നെ വ്യുൽപ്പന്ന യൂണിറ്റുകൾ ഉണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ വന്നിട്ടുള്ള എല്ലാ യൂണിറ്റുകളും ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ എന്ത് വേണം? PYQs ചെയ്യുമ്പോ തന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന PYQs ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഏകദേശ പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക.
PYQ ചെയ്ത് നമ്മൾ എന്താണ് ഈ എക്സാം ഹാളില് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ടെൻഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നമുക്ക് ഇത് ഏത് പാറ്റേൺ ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ വീണ്ടും അടുത്ത ഒരു സെറ്റ് PYQ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഇത് സ്വാതി. ടാറ്റാ, സീ യു.